നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായകമായ ഒരു നിർദ്ദേശവുമായി ഹൈക്കോടതി. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിലെ ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം CMRLന് നൽകിയിരിക്കുന്നത്. ED സമൻസിനെതിരെ CMRL ജീവനക്കാർ ഹർജി നൽകിയിരുന്നു. ജൂൺ 21 കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഹർജിയിൽ തീരുമാനമുണ്ടാകും വരെ ഹർജിക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്ന് ED അറിയിച്ചു. ഹർജിയിലെ പ്രധാന ആരോപണം തുടർച്ചയായി സമൻസുകൾ അയച്ചും ചോദ്യം ചെയ്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്താണ് CMRL ജീവനക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് CMRL MDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ടെന്നും CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമായതിനാൽ തള്ളണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാടെടുത്തു. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. 2019 ആദായ നികുതി റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടി. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ തീരുമാനം നിയമാനുസൃതമല്ല എന്ന് മാത്യു കുഴൽനാടൻ റിവിഷൻ ഹർജിയിൽ ആക്ഷേപിച്ചിരുന്നു. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജിയിൽ തീരുമാനമെടുത്തത്. അഴിമതി തെളിയിക്കുന്ന 27 രേഖകൾ ഹാജരാക്കി. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളിയത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പരാതി കിട്ടിയാൽ പരാതി അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്നാണ് നിയമം. അല്ലെങ്കിൽ വിചാരണ കോടതി നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. ഇത് രണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി ചെയ്തില്ല. വിജിലൻസ് കോടതി ജഡ്ജി നിയമത്തിന്റെ ഭാഷയ്ക്കപ്പുറം വ്യതിചലിച്ചു. ഇത് ക്രിമിനൽ നടപടിക്രമം 190 വകുപ്പിന്റെ ആശയത്തിന് വിരുദ്ധമാണെന്നുമായിരുന്നു റിവിഷൻ ഹർജിയിലെ ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയെന്നതിലാണ് പരാതി അനുസരിച്ച് കുറ്റകൃത്യം വെളിപ്പെടുന്നില്ലെന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. ഈ വിധിയിൽ പിഴവുണ്ട്. സ്വന്തം മകളുടെ കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയായ അച്ഛൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ആക്ഷേപം. ഇക്കാര്യം കോടതി പരിഗണിച്ചില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഹർജി എന്നാണ് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. ഇത് യുക്തിഭദ്രതയില്ലാത്ത തീരുമാനമാണെന്നും അഴിമതിക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിക്കാൻ പൗരന് അവകാശമുണ്ടെന്നും സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ പാലിക്കാത്തതാണ് വിജിലൻസ് കോടതിയുടെ വിധിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ പാളിച്ച പറ്റിയെന്നും ഈ സാഹചര്യത്തിൽ വിജിലൻസ് കോടതിയുടെ തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.